നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം 18-ാമത്തെ അധ്യായം. പരീക്ഷിത്തിന് മുനികുമാരന്റെ ശാപം. സൂത ഉവാച യോ വൈ ജൗന്യസ്ത്ര വിപ്ലുഷ്ടോ നമാതുരുദരേ മൃത അനുഗ്രഹാത് ഭഗവത കൃഷ്ണസ്യാത്ഭുതകർമ്മണ. സൂതൻ പറഞ്ഞു, ആശ്ചര്യകരമായ അനേകം കർമ്മങ്ങളെ അനുഷ്ഠിച്ചവനും മഹാമഹിമയോടുകൂടിയവനുമായ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് മാതാവിന്റെ ഉദരത്തിൽ വെച്ച് അശ്വത്ഥാമാവ് പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രത്താൽ ദഹിക്കപ്പെട്ടവനാണെങ്കിലും പരീക്ഷിത്ത് മഹാരാജാവ് മരിച്ചില്ല. ബ്രഹ്മഗോപോത്തിദാദ്യസ്തോ തക്ഷക പ്രാണവിപ്ലവാത് ന സമമോഹോരുഭയാത് ഭഗവത്യർപ്പിതാശയ. ഭഗവാനിൽ തന്നെ സമർപ്പിതമായ മനസ്സോടുകൂടിയ മഹാരാജാവ് ബ്രാഹ്മണശാപം നിമിത്തം പുറപ്പെട്ടു വന്ന തക്ഷകനിൽ നിന്ന് പ്രാണനാശം ഉണ്ടാകുമെന്നറിഞ്ഞപ്പോൾ ഉണ്ടാകാവുന്ന മഹാഭയം നിമിത്തവും സമ്മോഹിച്ചില്ല. ഉത്സിജ്യ സർവതസംഗം വിജ്ഞാതാജിത സംസ്ഥിതി മയ്യാസകേർജഹോ ശിഷ്യോ ഗംഗായാം സ്വം കളേബരം. അദ്ദേഹം എല്ലാറ്റിൽ നിന്നും സംഘത്തെ ഉപേക്ഷിച്ചിട്ട് വിജ്ഞാതമായിരിക്കുന്ന ശ്രീഹരിയുടെ തത്വത്തെ നന്നായി ഉറച്ച വ്യാസപുത്രനായ ശ്രീ സുഗമുനിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് തന്റെ ഭൗതിക ശരീരത്തെ ഭഗവത് സ്മരണയോടെ ഗംഗയിൽ ഉപേക്ഷിച്ചു. നോത്തമ ശ്ലോകവാർത്താനാം ജുഷതാം ദൽഗതാമൃതം സ്യാൽ സംപ്രമോന്തകാലേ സ്മരാതൽപദാംബുജം. ഉത്തമ ശ്ലോകനായ ഭഗവാനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നവരും ഭഗവത് കഥയാകുന്ന അമൃതത്തെ എപ്പോഴും പാനം ചെയ്യുന്നവരും മരണസമയത്ത് ഭഗവത് പാതാരവിന്ദത്തെ തന്നെ സ്മരിക്കുന്നവരുമായ സജ്ജനങ്ങൾക്ക് ഒരു കാലത്തും മോഹമുണ്ടാകുകയില്ല. താവത്കലിർന്ന പ്രവവേ പ്രവിഷ്ടോ ബീഹ സർവദാ യാവതീശോ മഹാനുർവ്യാം അഭിമന്യവയേകരാട്. ഈ കലി എങ്ങും പ്രവേശിച്ചുവെങ്കിലും അഭിമന്യുപുത്രനും ചക്രവർത്തിയും മഹാനുമായ പരീക്ഷിത്ത് ഭൂമിയെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നിടത്ത് ആ കലിയുടെ പ്രഭാവം ഫലിക്കുകയില്ല. യസ്മിൻ അഹനിയർഹ്യേഹ ഭഗവാനുത്സർജകാം തദേവേഹാനുവൃത്തോസ അധർമ്മ പ്രഭവ കലിഹി. ശ്രീകൃഷ്ണ ഭഗവാൻ ഏതു സമയത്തിൽ ഈ ഭൂമിയെ ഉപേക്ഷിച്ചു പോയോ ആ നിമിഷത്തിൽ അധർമ്മത്തിന്റെ ഇരിപ്പിടമായ കലി ഭൂമിയിൽ പ്രവേശിച്ചു. നാനുദ്ദേശിഷ്ടി കലിം സമ്രാട് സാരംഗ ഇവ സാരഭുഗ് കുശലാന്യാസു സിദ്ധ്യന്തി നേതരാണി കൃതാനിയത്. രാജാവ് കലിയെ വധിക്കാതെ വിട്ടതിന് കാരണം പറയാണ്. വണ്ട് പുഷ്പത്തിൽ നിന്ന് അതിലെ സാരമായ തേൻ മാത്രം സ്വീകരിക്കുന്നത് പോലെ രാജാവ് കലിയിലുള്ള ഗുണാംശത്തെ അറിഞ്ഞതുകൊണ്ട് കലിയെ നിശേഷം ഹനിക്കാതെ വിട്ടു. കലിയുടെ കാലത്ത് ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലം ഉടനെ ലഭിക്കും. ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലം ഉടനെ കിട്ടുകയില്ല, അത് പിന്നീട് മാത്രമേ ലഭിക്കൂ. ഇതാണ് കലിക്കുള്ള ഗുണം. കിംനു ബാലേഷു ശൂരേണ കലിനാ ധീരവീരുണ അപ്രമത്തപ്രമത്തേഷു യോഭൃഗോ നൃഷു വർത്തതേ. അശക്തന്മാരായ ബാലന്മാരോട് ശൂരനും ധീരന്മാരുടെ അടുത്ത് ഭീരുവുമായ ഈ കലി പരീക്ഷിത്ത് മഹാരാജാവിനോട് എന്തു ചെയ്യാനാണ്? മതം കൊണ്ട് അഹങ്കരിക്കുന്ന മനുഷ്യരുടെ മേൽ കലി ചെന്നായെപ്പോലെ ചാടി വീഴും. വിവേകികളും ഈശ്വരഭക്തന്മാരുമായവരെ കലിക്ക് ഭയമാണ്. ഉപവർണിതമേ തദ്വാ പുണ്യം പരീക്ഷിതം മയ വാസുദേവ ഗതോപേദം ആഖ്യാനം യഥപൃച്ഛത. നിങ്ങൾ ചോദിച്ചതനുസരിച്ച് ഞാൻ വാസുദേവന്റെ കഥകളും പുണ്യവാനായ പരീക്ഷിത്ത് മഹാരാജാവിന്റെ കഥകളും നിങ്ങളോട് പറഞ്ഞു. യായാ കഥാ ഭഗവത കഥനീയോരു കർമ്മണ ഗുണകർമാഷയാ പുംഭി സംസേവ്യാസ്തബുഭുഷുഭിഃ. വർണ്ണിക്കപ്പെടാൻ യോഗ്യങ്ങളും മഹത്തായ കർമ്മങ്ങൾ ചെയ്യുന്ന ഭഗവാന്റെ ഭക്തവാത്സല്യാദി ഗുണകഥകളെയും മാത്രമേ ഉത്കർഷം ആഗ്രഹിക്കുന്ന പുരുഷന്മാർക്ക് ആദരവോടെ കേൾക്കാൻ യോഗ്യമായിട്ടുള്ളൂ. ഋഷയാവൂജുഹു സൂത ജീവസമാ സൗമ്യ ശാശ്വതിർവിശദം യശ യസ്ത്വം സംസതി കൃഷ്ണസ്യ മർത്യാനാം അമൃതം ഹീനഃ. ഋഷികൾ പറഞ്ഞു, ഈ സൗമ്യനായ സൂത, ഏ സുശീല, നീ വളരെ കാലം ജീവിച്ചിരുന്നാലും നീ ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർമ്മലമായ യശസ്സിനെ കീർത്തനം ചെയ്യുന്നുവല്ലോ. അത് കേൾക്കുന്ന മർത്യന്മാരായ ഞങ്ങൾക്ക് അമൃതം തന്നെയാകുന്നു. കർമ്മന്യസ്മിന്നനാശ്വാസേ ധൂമധൂമ്രാത്മനാം ഭവാൻ
ആപായ യതി ഗോവിന്ദ പാദപത്മാസവം മധു. അല്പവും ആശ്വാസം തരാത്തതായ ഈ ദീർഘസത്രകർമ്മത്തിൽ ഏർപ്പെട്ടിരുന്ന് യാഗാഗ്നി ജ്വാലയേറ്റ് ധൂമ്രവർണ്ണമായിരിക്കുന്ന ശരീരത്തോടു കൂടിയ ഞങ്ങളെ അനായാസേന ഫലത്തെ നൽകുന്നതും വളരെ അസാധ്യകരവുമായ ശ്രീ ഗോവിന്ദ പാദപത്മത്തിൽ നിന്നും ഒഴുകുന്ന മധു നീ ആദരപൂർവം പാനം ചെയ്യിക്കുന്നു. വളരെയധികം ശ്രമകരമായ യജ്ഞങ്ങളിൽ നിന്ന് അനായാസേന ഫലം ലഭിക്കുന്നില്ല. എന്നാൽ ഭഗവത് കഥാമൃതം പാനം ചെയ്യുമ്പോൾ പരമഭക്തിയും ആനന്ദവും അനായാസേന ലഭിക്കുന്നു എന്ന് സാരം. തുലയാമാലവേനാഭീന സ്വർഗം നാ പുനർഭവം ഭഗവത് സംഗീതംഗസ്യ മർത്യാനാം കിമുദാശിഷ. ഭഗവത് ഭക്തന്മാരുമായുള്ള അല്പകാലത്തെ സത്സംഗം കിട്ടിയാൽ തന്നെ ആ കിട്ടിയാലുള്ള സുഖത്തോടെ തുല്യമായിട്ട് സ്വർഗവാസത്തെയോ മോക്ഷസുഖത്തെയോ താരതമ്യം ചെയ്യാൻ സാധിക്കുകയില്ല. പിന്നെ മനുഷ്യന്മാരുടെ ഐശ്വര്യാദികളിൽ നിന്ന് കിട്ടുന്നതിൻ്റെ കാര്യം പറയണോ? മനുഷ്യരുടെ രാജ്യധന ധാന്യാദി ഐശ്വര്യങ്ങളോ സ്വർഗസുഖമോ മോക്ഷമോ പോലും ഭഗവത് ഭക്തന്മാരായ തത്തുക്കളുമായുള്ള സംസർഗത്തിന് തുല്യമാകുന്നില്ല എന്ന് അർത്ഥം. കോ നാമ തൃപ്യേ രസവിദ്ഗതായ മഹത്തമൈകാന്തപരായണസ്യ നാന്തം ഗുണാനാം അഗുണസ്യ ജഗ്മുർ യോഗേശ്വരോ യേ ഭവപാത്മമുഖ്യ. ഭഗവത് കഥാരസത്തെ അറിയുന്ന മഹാത്മാക്കൾ എല്ലാവിധത്തിലും ആശ്രയിക്കുന്ന ശ്രീഹരിയുടെ ചരിത്രം എത്ര കേട്ടാലും തൃപ്തമാകുന്നില്ല. മായാഗുണങ്ങളില്ലാത്ത ആ ഭഗവാനെ അനന്തഗുണഗണങ്ങളുടെ അവസാനത്തെ യോഗേശ്വരന്മാരായ ബ്രഹ്മാദികൾ പോലും അറിയുന്നില്ല. അതായത് ഭഗവാന്റെ നിർഗുണ സ്വരൂപത്തെ അറിയാൻ ബ്രഹ്മാദി ദേവന്മാർ പോലും അശക്തരാണ്. പിന്നെ സാധാരണ മനുഷ്യർ അറിയുന്നത് എങ്ങനെ എന്നാണ് ചോദ്യം. തന്നോ ഭഗവാൻ വൈ ഭഗവത് പ്രധാനോ മഹത്തമൈകാന്തപരായണസ്യ ഹരേരുദാരം ചരിതം വിശുദ്ധം ശുശ്രൂഷതാം നോ വിധനോതു വിദ്വൻ. ആയതുകൊണ്ട് വിദ്വാനാ ഹേ സൂത, ഭഗവാനെ തന്നെ പ്രധാനമായി കരുതിയിരിക്കുന്ന അങ്ങ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളോട് ഏകാന്തപരായണന്മാരായിരിക്കുന്ന മഹാന്മാർ ശരണം പ്രാപിച്ചിരിക്കുന്ന ആ ശ്രീഹരിയുടെ വിശുദ്ധവും ഉദാരവുമായ ചരിത്രത്തെ വിസ്തരിച്ച് പറയണമേ. സവൈ മഹാഭാഗവത പരീക്ഷേനാഭവർഗാക്യമതഭ്രബുദ്ധി ജ്ഞാനേന വയ്യാസകി ശബ്ദിതേന ബേജേഹേന്ദ്രധ്വജപാദമൂലം. മഹാഭാഗവതനും അധികരിച്ച ബുദ്ധിയുള്ളവനുമായ പരീക്ഷിത്ത് വ്യാസപുത്രനായ ശുഗനാൽ പറയപ്പെട്ട ഏതൊരു ജ്ഞാനത്താൽ അപവർഗം പറയുമ്പോൾ മോക്ഷം എന്നു പേരായ ശ്രീഹരിയുടെ പാദമൂലത്തെ പ്രാപിച്ചു. തന്നപ്പരം പുണ്യമസംവൃതാർത്ഥം ആഖ്യാനമത്യത്ഭുതയോഗനിഷ്ഠം ആഖ്യാഹനന്ദചരിതോപന്നം പരീക്ഷിതം ഭാഗവതാഭിരാമം. വളരെ സ്പഷ്ടമായ അർത്ഥത്തോടു കൂടിയതും ഏറ്റവും പുണ്യപ്രദവും അത്ഭുതകരമായ യോഗനിഷ്ഠയോടുകൂടിയതും ഭഗവത് കർമ്മങ്ങളോടുകൂടിയതും പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുത്തതും ഭഗവത് ഭക്തന്മാരെ ആനന്ദിപ്പിക്കുന്നതുമായ ആ ഭഗവാന്റെ ചരിത്രത്തെ ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരണം. സൂത ഉവാച അഹോ വയം ജന്മപ്രദോദിഹാസ്മാ വൃദ്ധാനുവൃത്യ വിവിലോമജാത തൗഷ്കുല്യമാദിം വിദുനോതി ശീഘ്രം മഹത്തമാനാം അഭിധാനയോഗ. സൂതം പറയണു, ആശ്ചര്യം, നിങ്ങൾ താണജാതിയിൽ ജനിച്ചവരാണെങ്കിലും ജ്ഞാനവൃദ്ധനായ ശുഗമുനിയുടെ സംഭാഷണ രൂപമായ സേവ ചെയ്തതുകൊണ്ട് ജന്മം സഫലമായി തീർന്നു. എന്തുകൊണ്ടെന്നാൽ അത്യന്തം മഹാന്മാരായിരിക്കുന്നവരുമായുള്ള സംഭാഷണ ലാഭം ദുഷ്കുലത്തിൽ ജനിച്ചവൻ എന്ന കുറവും അതുകൊണ്ടുള്ള ആദികളെയും വേഗത്തിൽ നശിപ്പിക്കുന്നു. കുതപുനർഗൃണതോ നാമദസ്യ മഹത്തമൈകാന്തപരായണസ്യ യോനന്ദശക്തിർഭഗവാനനന്ദോ മഹൽ ഗുണത്വമനന്തമാഹോ. അത്യന്തം മഹാത്മാവായിരിക്കുന്നവരുടെ ഏകാന്ത ശരണമായിരിക്കുന്ന ഭഗവാന്റെ നാമത്തെ ഉച്ചരിക്കുന്നവന്റെ സംഭാഷണ ലാഭം ദുഷ്കുലത്തിൽ ജനിച്ചതുകൊണ്ടുള്ള ദോഷം തീർക്കുന്നു എന്ന കാര്യം പറയേണ്ടതുണ്ടോ? എന്തുകൊണ്ടെന്നാൽ ഭഗവാനെ അനന്തശക്തിയുള്ളവനെന്നും പരിച്ഛേദിക്കാൻ കഴിയാത്തതുകൊണ്ട് അനന്തനെന്നും അന്തമില്ലാത്തവൻ അതായത് അപരിച്ഛേദ്യൻ എന്നും മഹത്തുക്കളായ അനന്ത ഗുണഗണങ്ങളോട് കൂടിയവൻ എന്നും പറയുന്നു. ഏതാവതാലം നനുസൂചിതേന ഗുണേരസാമ്യാനദിശായനസ്യ ഹിത്വേതരാൻ പ്രാർത്ഥയതോ വിഭൂതിർ യസ്യാംഗ്രിരേണും ജുഷതേന വിപ്സോ. ഗുണങ്ങൾ കൊണ്ട് തനിക്ക് തുല്യനായും അധികരിച്ചവനായും മറ്റൊരാളില്ലാത്തവനായ ഭഗവാനെക്കുറിച്ച് ഇത്രത്തോളം സൂചിപ്പിച്ചത് മതിയാകും. പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന മറ്റു ദേവന്മാരെ ഉപേക്ഷിച്ചിട്ട് ഒന്നും ആഗ്രഹിക്കാത്തവനും
അതുല്യനുമായിരിക്കുന്ന ആ പരമപുരുഷന്റെ പാദധൂളിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ലക്ഷ്മി ഭഗവതി അങ്ങയെ സേവിക്കുന്നു. ഭഗവാൻ ലക്ഷ്മി ദേവിയുടെ കരം പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും ദേവി വിഷ്ണുവിന്റെ പാദധൂളികളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് അർത്ഥം. അതാപിയത്പാദനകാവസൃഷ്ടം ജഗത് വിരിഞ്ചോ ബഹൃദാർഹണാംബ ശേഷം പുനാത്യന്യതമോ മുകുന്ദാത്കോ നാമലോകേ ഭഗവത് പദാർത്ഥ. അത് മാത്രമല്ല, ഭഗവാന്റെ പാദനഖത്തിൽ നിന്ന് ഒഴുകിയതും ബ്രഹ്മദേവൻ ഭഗവാനായിക്കൊണ്ട് അർഘ്യം സമർപ്പിച്ചതുമായ ഗംഗാജലം പരമേശ്വരനോടുകൂടി ലോകത്തെയും ശുദ്ധിയാക്കുന്നു. സകല സങ്കടങ്ങളിൽ നിന്നും ഭക്തന്മാരെ മോചിപ്പിച്ച് പരമപദത്തെ നൽകുന്ന ആ മുകുന്ദനെ അല്ലാതെ അന്യദേവന്മാരാരും മുകുന്ദൻ എന്ന പദത്തിന് അർഹനായിത്തീരുന്നില്ല. മഹാബലിയുടെ ദർപ്പം തീർക്കാൻ വാമനമൂർത്തിയായ ഭഗവാൻ ത്രിലോകങ്ങളെ 2 അടി കൊണ്ട് അളന്നു. ആ സമയത്ത് സത്യലോകത്തിലെത്തിയ ഭഗവത് പാദ നഖങ്ങളിൽ ബ്രഹ്മാവ് അഭിഷേകം നടത്തി. ആ അഭിഷേക ജലം ഗംഗാ നദിയായിട്ട് ഒഴുകി. അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ഈ കഥ. യത്രാനുരക്ത സഹസൈവ ധീര വ്യപോഹ്യ ദേഹാദിഷു സംഗമൂഢം വ്രജന്തി തത്പാരമഹംസ്യമന്ത്യം യസ്മിന്നഹിംസോപശമസ്വധർമ്മ. ആ ഭഗവാനിൽ ദൃഢമായ അനുരാഗമുള്ളവർ വേഗം ധീരന്മാരായി തീർന്ന് ദേഹാദികളെ ഉറച്ചിരിക്കുന്ന സംഘത്തെ ഉപേക്ഷിച്ചിട്ട് അഹിംസയും ഉപശമയും സ്വധർമ്മമായി സ്വീകരിച്ചിരിക്കുന്ന അത്യന്തം ഉന്നതമായ പരമഹംസ പദവിയെ പ്രാപിക്കുന്നു. ശരീരത്തോടുള്ള മമത വിട്ട് വിശപ്പും ദാഹവും ഒക്കെ മറന്ന് ദ്വന്ദ്വാദികളില്ലാതെ സദാ ആത്മാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് പരമഹംസ പദവി. മുകുന്ദനിൽ അടിയുറച്ച ഭക്തിയുള്ളവർക്കാണ് അത് പ്രാപിക്കാൻ കഴിയൂ എന്ന് സാരം. അഹം വിപൃഷ്ടോ രമണോ ഭവദ്ഭീരാജാത്മാവഗമോത്രയാവാൻ നവപദന്ത്യാത്മസമം പദതൃണസ്തദാ സമം വിഷ്ണുഗതിം വിഭസ്ഥിത. ഏ വേദമൂർത്തികളെ, ജ്ഞാനത്താൽ സൂര്യന് തുല്യരായവരെ, ഭഗവാന്മാർ എന്നോട് ഭഗവത് കഥ പറയണമെന്ന് ആവശ്യപ്പെട്ടു. എനിക്ക് എത്രത്തോളം അറിയാമോ അത്രത്തോളം ഞാൻ പറയാം. പക്ഷികൾ സ്വന്തം ശക്തിക്കനുസരിച്ച് എത്രത്തോളം ആകാശത്തിൽ പറക്കുന്നുവോ അതുപോലെ പണ്ഡിതന്മാർ അവരുടെ അറിവിനനുസരിച്ച് വിഷ്ണുവിനെ കുറിച്ച് പറയുന്നു. ആകാശം വിശാലമായിട്ട് വ്യാപിച്ചിരിക്കുന്നു. പക്ഷികൾക്ക് അവരുടെ ശക്തിക്കനുസരിച്ചുള്ള ദൂരം മാത്രമേ പറക്കാൻ സാധിക്കുകയുള്ളൂ. വിഷ്ണുവിൻ്റെ കഥകൾ ആകാശം പോലെ അനന്തവും വിശാലവുമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ട് അറിയാനോ വർണ്ണിക്കാനോ ആർക്കും സാധിക്കുകയില്ല. അറിയുന്നിടത്തോളം ഞാൻ പറയാം എന്ന് സാരം. സൂര്യൻ വേദസ്വരൂപനാണ്. അതുപോലെ ശൗനകാദികളും ദേവാർത്ഥത്തെ നന്നായി അറിയുന്നവരാണ് എന്ന് സൂചിക്കാനാണ് അവരെ അര്യമണഹ എന്നിവിടെ സംബോധന ചെയ്തത്. ഏകദാതനുരുദ്യമ്യ വിചരൻ മൃഗയാം വനെ മൃഗാനനുഗതശ്രാന്ത ശ്രുതസ്തൃഷിതോ വൃഷം. ഒരു നാൾ പരീക്ഷിത് മഹാരാജാവ് അമ്പും വില്ലും ധരിച്ച് നായാട്ടിനായി വനത്തിലേക്ക് പോയി. മൃഗങ്ങളുടെ പിന്നാലെ ഓടി ഓടി തളർന്നപ്പോൾ വിശപ്പും ദാഹവും ഉണ്ടായി. ജലാശയമജക്ഷാണ പ്രവിവേശാതമാശ്രമം ദദർശ മുനിമാസീനം ശാന്തം മീലിതലോചനം. ദാഹം ശമിപ്പിക്കാൻ അടുത്തെങ്ങും ജലാശയം കാണാതെ ആയപ്പോൾ സമീപത്ത് കണ്ട സമീകൻ എന്ന മുനിയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ മുനി ശാന്തനായി കണ്ണടച്ച് ധ്യാനത്തിൽ ഇരിക്കുകയായിരുന്നു. പ്രതിരുദ്ധേന്ദ്രിയ പ്രാണ മനോബുദ്ധിമുപാരതം സ്ഥാനത്രയാ പരം പ്രാപ്തം ബ്രഹ്മഭൂതമവിക്രിയം. ഇന്ദ്രിയങ്ങളെ വിഷയാദികളെ പ്രവേശിപ്പിക്കാതെ നിയന്ത്രിച്ചും പ്രാണന്റെ വ്യാപാരത്തെ അടക്കിയും മനസ്സിനെയും ബുദ്ധിയെയും ആത്മാവിൽ ഉറപ്പിച്ചും ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നീ 3 സ്ഥാനങ്ങളിൽ നിന്നും സൂക്ഷ്മം, സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 അവസ്ഥകളിൽ നിന്നും പിന്തിരിപ്പിച്ച് വ്യാപാരങ്ങളൊന്നുമില്ലാതെ ബ്രഹ്മമായിട്ട് ഭവിച്ച് മുനി ഇരുന്നു. വിപ്രകീർണ ജടാച്ഛന്നം രൗരവേണാജിനേനജ വിശിഷ്യതാലുരുദകം തഥാഭൂതമയാജത. അഴിഞ്ഞുകിടന്ന ജടകളാലും ധരിച്ചിരിക്കുന്ന കൃഷ്ണമൃഗ ചർമ്മത്താലും ദേഹവും മുഖവും മറക്കപ്പെട്ടിരുന്ന മുനിയോട് ദാഹിച്ചു തൊണ്ട വരണ്ടിരുന്ന രാജാവ് ജലം യാചിച്ചു. അലബ്ധതൃണഭൂമ്യാധീരസംപ്രാപ്താർഘ്യസൂനൃത അവജ്ഞാതമിവാജ്ഞാനം ഭന്യമാനശ്ചുകോപഹ. ഇരിക്കുന്നതിന് ഒരു സ്ഥലമോ പുല്ലുകൊണ്ടുണ്ടാക്കിയ ആസനമോ മര്യാദാസൂചകമായിട്ടൊരു വാക്കോ അർഘ്യമോ ആ മുനിയിൽ നിന്നും രാജാവിന് ലഭിച്ചില്ല. തന്നെ മുനി അവമാനിക്കുകയാണ് എന്ന് കരുതി രാജാവിന് കോപമുണ്ടായി. അഭൂതപൂർവ സഹസാക്ഷുത്രുഭ്യാമർദ്ദിതാത്മന ബ്രാഹ്മണം പ്രത്യഭൂ ബ്രഹ്മൻ മത്സരവും അന്യുരേവജ. വിശപ്പും ദാഹവും കൊണ്ട് ക്ലേശിച്ചിരിക്കുന്നവനായ പരീക്ഷത്തിന്
ആ ശമീക മുനിയോട് ആരെക്കുറിച്ച് മുമ്പ് തോന്നിയിട്ടില്ലാത്ത വിധത്തിൽ കോപം, മാത്സര്യം എന്നിവ ഉണ്ടായി. സതുബ്രഹ്മഋഷേരംസേ ഗതാ സൂമുരകം രുഷ വിനിർഗച്ഛൻ ധനുഷ്കോട്യ നിധായ പുരമാഗമത്. മുനിയിൽ നിന്നും സൽക്കാരമൊന്നും ലഭിക്കാതെ മടങ്ങിപ്പോകാൻ തുടങ്ങിയ രാജാവ് ക്രോധാധിക്യത്താൽ മതിമറന്ന് സമീപത്ത് കിടന്ന ഒരു ചത്ത പാമ്പിനെ വില്ലിന്റെ അഗ്രം കൊണ്ടെടുത്ത് ശമീകന്റെ കഴുത്തിൽ അണിയിച്ചിട്ട് സ്വന്തം നഗരത്തിലേക്ക് തിരിച്ചുപോയി. യേശകിം നിവൃതാശേഷകരണോ മീഡിദേക്ഷണ മൃഷാസമാധിരാഹോസ്ഥിത് കിം നുസ്യാക്ഷത്രബന്ധുഭിഹേ. ഈ മുനി ഇന്ദ്രിയങ്ങളെയെല്ലാം അടക്കിയതിനാൽ കണ്ണടച്ചിരിക്കുകയാണോ, അതോ ഇവിടെ വന്ന ക്ഷത്രിയാതമനെ കൊണ്ട് എനിക്കെന്ത് കാര്യം എന്ന് ചിന്തിച്ച് സമാധാനിച്ചിരിക്കുകയായിരുന്നോ എന്നറിയാനാണ്, സമാധി നടിച്ചിരിക്കുകയായിരുന്നോ എന്നറിയാനാണ് ചത്തപാമ്പിനെ കഴുത്തിലിട്ടത്. തസ്യ പുത്രോദിതേജസ്സി വിഹരൻ ബാലഗോർഭഗേഹി രാജ്ഞാകം പ്രാപിതം താതം ശ്രുത്വാ തത്രേതമബ്രവീത്. ആ മുനിയുടെ പുത്രനും അധികം തേജസ്സുള്ള ബാലനുമായ ശൃംഗി മറ്റു താപസ ബാലന്മാരോടൊപ്പം കളിക്കുകയായിരുന്നു. തൻ്റെ പിതാവിന് പരീക്ഷിത്ത് മഹാരാജാവ് ദുഃഖമുണ്ടാക്കിയെന്ന് കേട്ട ഉടനെ ആ കുട്ടികളുടെ മധ്യത്തിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു: അഹോ അധർമ്മവാലാനാം പീവനാം ബലിഭുജാമിവ സാമിന്നകം യദ്ദാസാനാം താരപാനാം സുനാമിവ. അങ്ങ് ബലവാന്മാരായ രാജാക്കന്മാർ ചെയ്യുന്ന അധർമ്മം, അതിബലവാന്മാരായ രാജാക്കന്മാർ ചെയ്യുന്ന അധർമ്മം കഷ്ടം തന്നെ. ദാസന്മാർ യജമാനന്റെ നേർക്ക് കാണിക്കുന്ന പാപകർമ്മങ്ങൾ വാതിൽ കാക്കുന്ന ശ്വാക്കളുടെയും ബലിപെണ്ണം കൊത്തി തിന്നുന്ന കാക്കകളുടെയും അതിക്രമം പോലെയുമാണ്. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ബ്രാഹ്മണ രാജാക്കന്മാരുടെ ഉപദേശകരും യാഗാദികൾ ചെയ്യുന്ന രക്ഷകരുമാണ്. അതിനാൽ രാജാക്കന്മാർ ബ്രാഹ്മണദാസന്മാരാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആ സ്ഥിതിക്ക് പരീക്ഷിത്ത് രാജാവ് തൻ്റെ പിതാവിനോട് ചെയ്ത അതിക്രമം ശ്വാക്കൾ യജമാനോട് ചെയ്യുന്നത് പോലെയും ബലിപിണ്ടം നിന്ന് തടിച്ചിരിക്കുന്ന കാക്കകൾ മനുഷ്യരെ ആക്രമിക്കുന്നത് പോലെയുമാണ് എന്നാണ് ശൃംഗി പറഞ്ഞതിൻ്റെ അർത്ഥം. ബ്രാഹ്മണേ ക്ഷത്രബന്ധുർഹി ദ്വാരപാലോ നിരൂപിത സഗതം തൽഗ്രഹേ ദ്വാസ്ത സപാണ്ഡം ഭോക്തുമർഹതി. ബ്രാഹ്മണ ക്ഷത്രിയരെ വീടിന് ദ്വാരപാലകരായ നായകളായിട്ടാണ് വെച്ചിരിക്കുന്നത്. ആ നായ വീട്ടിനകത്ത് കയറി യജമാനന്റെ ഭക്ഷണം പാത്രത്തോടുകൂടി ഭുജിക്കാൻ എങ്ങനെ അർഹനാകും? കൃഷ്ണേ ഗതേ ഭഗവതി ശാസ്ത്രപദഗാമിനാം ധൽഭിന്ന സേതുനദ്യാഹം ശാസ്മീ പശ്യതമേ ബലം. മാർഗം തെറ്റി നടക്കുന്നവരെ ശാസിച്ചിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ലോകത്തെ വിട്ടുപോയിരിക്കുന്ന ഈ അവസരത്തിൽ മര്യാദയുടെ അതിർത്തിയെ തെറ്റി നടക്കുന്നവരെ ഞാൻ ഇപ്പോൾ തന്നെ ശാസിക്കുന്നുണ്ട്. എൻ്റെ ബലം നിങ്ങൾ കണ്ടുകൊള്ളുവിൻ. ഇത്യുക്താരോഷതാം രാക്ഷോ വയസ്യാൻ ഋഷിബാലക കൗശിക്യാപൗപസ്പൃശ്യ വജ്രം വിസസർജഃ. തൻ്റെ സ്നേഹിതന്മാരായ ഋഷികുമാരന്മാരോട് ഇപ്രകാരം പറഞ്ഞിട്ട് കോപാധിക്യത്താൽ ചുവന്ന കണ്ണുകളോടെ കൗശികി നദിയിലിറങ്ങി ആചമനം ചെയ്തുകൊണ്ട് വാക്കാകുന്ന വജ്രായുധം പ്രയോഗിച്ചു, ശപിച്ചു എന്ന് അർത്ഥം. ഇതിലംഘിതമര്യാദം തക്ഷക സപ്തമേഹനി ദക്ഷതി സ്മകുലാങ്കാരം ചോദിതോ മേതദ്രുഹം. ഇപ്രകാരം മര്യാദാലംഘനം നടത്തിയവനും എൻ്റെ പിതാവിന് ദ്രോഹം ചെയ്തവനും കുലത്തിന് അഗ്നിയുമായ പരീക്ഷിത രാജാവിനെ ഇന്നേക്ക് 7-ാം നാൾ എന്നാൽ പ്രേരിപ്പിക്കപ്പെട്ട തക്ഷകൻ ദംശിക്കും നിശ്ചയം. തതോഭ്യേത്യാശ്രമം ബാലോകളെ സർപ്പകളെ പരം പിതരം വീക്ഷ ദുഃഖാർത്തോ മുക്തകണ്ഠോരുരോധ. പിന്നീട് ആ മുനികുമാരൻ ആശ്രമത്തിൽ ചെന്ന് കഴുത്തിൽ സർപ്പശരീരത്തെയും വഹിച്ചുകൊണ്ടിരിക്കുന്ന പിതാവിനെ കണ്ട് ദുഃഖാർത്തനായിട്ട് ഉറക്കെ കരഞ്ഞു. കഷ്ടം. സവ ആംഗിരസോ ബ്രഹ്മൻ ശ്രുത്വാ സുതവിലാപനം ഉന്മീലശനകേർനേത്രേ ദൃഷ്ട്വാ സംസേ മൃദോരകം. വിസൃജ്യ പുത്രം വപ്രച്ഛ വത്സ കസ്മാതിരോദിഷി കേനവാദേ അപകൃതം ഹിത്യുക്താസനവേദയത്. ഏ ശൗനക ബ്രാഹ്മണ, അങ്കിരസിന്റെ പുത്രനായ ശമീകൻ അടുത്തു നിന്ന് വാവിട്ട് കരയുന്ന പുത്രന്റെ ശബ്ദം കേട്ട് മെല്ലെ മെല്ലെ കൺമിഴിച്ചു നോക്കി. തൻ്റെ തോളിൽ ചത്തപാമ്പ് കിടക്കുന്നത് കണ്ടിട്ട് അതിനെ എടുത്തു കളഞ്ഞു. എന്നിട്ട് ചോദിച്ചു: ഹേ വത്സ, നീ എന്തിനു കരയുന്നു? നിന്നെ ആരാണ് ഉപദ്രവിച്ചത്? ഇപ്രകാരം പിതാവ് ചോദിച്ചപ്പോൾ കുമാരൻ നടന്ന വൃത്താന്തം മുഴുവൻ അറിയിച്ചു. നിശമ്യ ശബ്ദമദർഹം നരേന്ദ്രം സബ്രാഹ്മണോനാത്മജമഭ്യനന്ദത് അഹോബദാംഹോ മഹദജ്ഞതേ കൃതം അൽപീയസി ദ്രോഹ ഹുരുർധമോധൃത. ശപിക്കാൻ പാടില്ലാത്ത രാജാവിനെ ശപിച്ചു എന്ന് കേട്ടപ്പോൾ ആ മുനി പുത്രനെ അഭിനന്ദിച്ചില്ല. അഹോ ആശ്ചര്യം, കഷ്ടം കഷ്ടം, മൂഢ, നീ മഹാപാപം ചെയ്തുവല്ലോ.
എത്രയോ നിസ്സാരമായ കുറ്റത്തിന് നീ കഠിനമായ ശിക്ഷ രാജാവിന് വിധിച്ചുവല്ലോ. ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവരെയും തിരിച്ചു ഉപദ്രവിക്കാതിരിക്കുന്നതാണ് ബ്രാഹ്മണ ലക്ഷണം. അതുകൊണ്ടാണ് ഋഷിയെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. നവേ നരദേവം പരാക്യം സമ്മാതുമർഹസ്യ വിഭക്വബുദ്ധേ യത്തേജസാ ദുർവിഷഹേണ ഗുപ്ത വിന്ദന്തി ഭദ്രാണ്യകുതോപയാ പ്രജ. അപക്വബുദ്ധിയുള്ളവനെ, പരൻ എന്നു പേരോടുകൂടിയ രാജാവിനെ സാമാന്യ മനുഷ്യരോട് സമനാണെന്ന് കരുതുവാൻ നീ അർഹനല്ല. അന്യർക്ക് അതിക്രമിക്കാൻ കഴിയാത്ത ആ രാജതേജസ്സിനാൽ പ്രജകൾ ഏതു ദിക്കിലും ഭയമില്ലാതെ ക്ഷേമത്തെ പ്രാപിക്കുന്നു. അലക്ഷ്യമാണേ നരദേവനാംനീരതാംഗവാണ ഭയമംഗലോക തഥാ ഹി ചൗരപ്രചുരോ വിനംച്യത്യരക്ഷ്യമാണോ വിവരൂതവക്ഷണാത്. മഹാവിഷ്ണു തന്നെ രാജാവായിരിക്കുന്നു. രാജാവെന്ന് പേരോടുകൂടി ആ മഹാവിഷ്ണു ഇല്ലാതെ പോയാൽ ഈ ലോകമെങ്ങും കള്ളന്മാരും കവർച്ചക്കാരും വർദ്ധിച്ച് പ്രജകൾ രക്ഷിക്കപ്പെടാൻ ആളില്ലാത്ത ആട്ടിൻപറ്റത്തെ പോലെ ക്ഷണത്തിൽ നശിക്കും. തദ്യനഃ പാപമുപൈത്യരന്വയം എന്നഷ്ടനാഥസ്യ വസൂർവിലുംബകാത് പരസ്പരം ഘ്നന്തി ശപന്തി വൃജ്യതേ പശൂൻ സ്ത്രീയോർത്താൻ പുരുതസ്യ ഭോജനാഹ. രക്ഷിതാവായ രാജാവില്ലാതെ വരുമ്പോൾ ജനങ്ങളുടെ ധനാദികൾ അപഹരിക്കപ്പെടും. അത് മൂലം ഉണ്ടാകുന്ന പാപം അതിനോട് ചേർച്ചയില്ലെങ്കിലും ഇന്നു മുതൽ നമ്മെ ബാധിച്ചു തുടങ്ങും. അന്യരുടെ മുതൽ അപഹരിക്കാൻ വാസനയുള്ള ജനങ്ങൾ അന്യോന്യം വധിക്കും, പരസ്പരം ശപിക്കും, പശുക്കളെയും സ്ത്രീകളെയും ധനത്തെയും അപഹരിക്കും. തഥാര്യധർമ്മശ്ച വിലീയതേ നൃണാം വർണ്ണാശ്രമാചാരയുധസ്ത്രയീമയ തഥോർത്തകാമാഭിനിവേശിതാത്മനാം സുനാം ഗഭീനാം ഇവ വർണ്ണസങ്കര. അങ്ങനെ വരുമ്പോൾ വേദത്തിൽ പറയുന്ന വർണ്ണാശ്രമധർമ്മങ്ങളും ശ്രേഷ്ഠമായ ധർമ്മവും അവയുടെ ആചാരങ്ങളും തീരെ ഇല്ലാതെയാകും. അതുമൂലം നായ്ക്കളും കുരങ്ങുകളും പോലെ അർത്ഥത്തിലും കാമത്തിലും മാത്രം അഭിനിവേശമുള്ള ജനങ്ങൾക്കിടയിൽ വർണ്ണസങ്കരം സംഭവിക്കും. ധർമ്മപാലോ നരപതി സതു സമ്രാട് ബൃഹക്ഷവാഹ സാക്ഷാൻ മഹാഭാഗവതോ രാജശ്രീർഹയമേതയാട് ശുശ്രൂഷമയുധോ ദീനോ നൈവാസ്മച്ഛാപമർഹതേ. ആ പരീക്ഷിത രാജാവ് ധർമ്മത്തെ പ്രത്യക്ഷമായി സംരക്ഷിക്കുന്ന ചക്രവർത്തി, മഹാകീർത്തിമാനും യഥാർത്ഥ ഭഗവത് ഭക്തനുമായ രാജർഷി, അശ്വമേധയാഗം ചെയ്ത് ഭഗവാനെ ആരാധിച്ചവൻ, അത്രമാത്രം മഹാത്മ്യമുള്ള ആ രാജാവ് വിശപ്പും ദാഹവും മൂലം ക്ഷീണിച്ച് ദുഃഖിച്ച് ഇവിടെ വന്ന് ഇപ്രകാരം ചെയ്തു പോയതാണ്. അതിനാൽ രാജാവിനെ നമുക്ക് ശപിക്കാൻ പാടില്ല. നിന്റെ പ്രവൃത്തി വലിയ അവിവേകമായി തീർന്നു. അപാപേഷു സഭൃത്യേഷു ബലേന ഭക്വബുദ്ധിന പാപം കൃതം തൽ ഭഗവാൻ സർവാത്മാ ക്ഷന്തുമർഹതി. പാകം വരാത്ത ബുദ്ധിയോടുകൂടിയ ബാലൻ പാപമില്ലാത്ത സ്വഭൃത്യന്മാരിൽ ചെയ്തുപോയ ഈ പാപത്തെ സർവാത്മാവായ ശ്രീകൃഷ്ണ ഭഗവാൻ ക്ഷമിക്കണമേ. ശിങ്കിയുടെ ശാപം മടക്കിയെടുക്കാൻ സാധിക്കില്ല. അറിവില്ലായ്മ കൊണ്ടുണ്ടായി മഹാ അപരാധം കൃഷ്ണ ഭഗവാൻ തന്നെ ക്ഷമിച്ച് രക്ഷിക്കണമെന്നാണ് ഇവിടെ ശമീകം പ്രാർത്ഥിക്കുന്നത്. തിരസ്കൃത വിപ്രലബ്ധ സപ്താക്ഷിപ്ത ഹതാ അഭി നാശത പ്രതികുർവന്തി തൽഭക്ത പ്രഭൂഭിഹി. ആ ശ്രീകൃഷ്ണന്റെ ഭക്തന്മാർ അന്യരാൾ നിന്ദിക്കപ്പെട്ടാലും വഞ്ചിക്കപ്പെട്ടാലും ശപിക്കപ്പെട്ടാലും അപമാനിക്കപ്പെട്ടാലും താടിക്കപ്പെട്ടാലും തങ്ങളെ ഉപദ്രവിച്ചവനോട് പ്രതികാരം ചെയ്യാൻ കഴിവുണ്ടെങ്കിലും അവർ ഭക്തരായതിനാൽ തിരിച്ച് പ്രതികാരം ചെയ്യുന്നില്ല. ഇതി പുത്രകൃതാകേന സോനുതപ്തോ മഹാമുനി സ്വയം വിപ്രകൃതോ രാജ്ഞ നൈവാകം തഥ ചിന്തയത്. ഇപ്രകാരം ശമീകമുനി തൻ്റെ പുത്രൻ ചെയ്ത അപരാധത്തെക്കുറിച്ച് പരിതപിച്ചു. രാജാവ് ചത്ത പാമ്പിനെ കഴുത്തിലിട്ട് തന്നെ അപമാനിച്ചുവെങ്കിലും അതൊരു വലിയ പാപമായിട്ട് കണക്കാക്കിയില്ല. ഇതാണ് മഹാത്മാക്കളുടെ ലക്ഷണം. പ്രായശാദവോ ലോകേ പരേ ദ്വന്ദ്വേഷു യോജിത ന വെദന്തി ന ഹൃഷ്യന്തി യഥ ആത്മാ ഗുണാശ്രയ. പ്രായേണ സാധുക്കൾ അന്യന്മാരെ കൊണ്ട് ദുഃഖങ്ങൾ ഉണ്ടായാലും സുഖമുണ്ടായാലും ദുഃഖിക്കുകയോ സുഖിക്കുകയോ ചെയ്യുന്നില്ല. കാരണം ആത്മാവ് ഗുണങ്ങളെ ആശ്രയിച്ചിരിക്കുന്നില്ല. ഗുണങ്ങളെ ആശ്രയിക്കാത്ത ആത്മാവിന് സുഖദുഃഖങ്ങളോ മറ്റു ദ്വന്ദ്ങ്ങളോ ബാധകവുമല്ല. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ വിപ്രശാഭോപലംബനം നാമ അഷ്ടാദശോധ്യായഃ. 1-ാം സ്കന്ധം 18-ാമത്തെ അധ്യായം ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.